രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ ധർമ്മപദം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോക്ഷം ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും ധർമ്മപദം ക്ലാസ് കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഉറപ്പായിട്ടും മോക്ഷം കിട്ടും. 22ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിനകത്തുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, കേൾക്കണം. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകി രാധയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ അടുക്കിന് പറയുകയാണ്. 103 എപ്പിസോഡ് കഴിഞ്ഞു. നിങ്ങൾ പുതിയത് തൊട്ട് കണ്ടു തുടങ്ങുക, പഴയത് പ്ലേലിസ്റ്റിൽ നിന്ന് സമയമുള്ളപ്പം കാണുക. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. നിശ്ചയമായും നിങ്ങൾ അഷ്ടപതിയുടെ ക്ലാസ്സും കേട്ടിരിക്കണം. അതേ കണക്ക് അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കണം. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് 13 14 എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കേൾക്കുക. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9645333999. അതേ കണക്ക് നിങ്ങൾ കുടുംബമായി താമസിക്കുന്നു എങ്കിൽ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്നൊരു വീഡിയോ ഉണ്ട്. അതേ കണക്ക് ഹേയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ 2 വീഡിയോ എനിക്ക് തോന്നുന്നത് ജനറൽ എന്ന ഹെഡിങ്ങിലാണ് കിടക്കുന്നത്. അത് നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണം. ലിങ്ക് വേണ്ടവർ എന്നോട് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഹും. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 രാധേ
രാധേ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും നിങ്ങളത് കണ്ടിരിക്കണം. കൃഷ്ണന്റെ ക്ഷേത്രത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും പോകാതിരുന്ന ഞാനാണ് രാധാറാണിയുടെ ഭക്തനായി മാറിയ അസാധാരണമായ ഒരു വീഡിയോ ആണത്. നിങ്ങളത് കണ്ടിരിക്കണം. അപ്പൊ ഇന്ന് നമ്മുടെ ബുദ്ധൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് നോക്കാം. വിവേകി സത്യത്തിൽ ആനന്ദിക്കുന്നു, ജാഗ്രത പ്രാപിച്ചവന്റെ നിയമം പിന്തുടരുന്നു. വിവേകി സത്യത്തിൽ ആനന്ദിക്കുന്നു, ജാഗ്രത പ്രാപിച്ചവന്റെ നിയമം പിന്തുടരുന്നു. ഇത് ഇംഗ്ലീഷിലാക്കിയാൽ വിവേകി എന്ന് പറഞ്ഞാൽ വൈസ് മാൻ. ദ വൈസ് മാൻ ഡിലൈറ്റ്സ് ഇൻ ദി ട്രൂത്ത്. കണ്ടോ, ദ വൈസ് മാൻ ഡിലൈറ്റ്സ് ഇൻ ദ ട്രൂത്ത് ആൻഡ് ഫോളോസ് ദ ലോ ഓഫ് ദ വേൾഡ്. Want nothing. Where there is desire, say nothing. അപ്പൊ ഞാനിത് ഇൻട്രോഡക്ടറി വീഡിയോയുടെ കൂടെ തന്നെ ഏത് കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിവേകി സത്യത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? വിവേകി സത്യത്തില് ആനന്ദിക്കുന്നു, എന്നിട്ടോ ജാഗ്രത പ്രാപിച്ചവന്റെ നിയമം പിന്തുടരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റോഡിലൂടെ ഒരു വലിയ ശബ്ദവും പാട്ടും ഒക്കെ കേട്ടില്ലേ? അത് ക്രിസ്ത്യൻസിന്റെ ബോഡി കൊണ്ടുപോകുന്നതാണ്, അല്ല സമയമാൻ രഥത്തിൽ അത് പാടിക്കൊണ്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ പിന്നെ ആ സൗണ്ട് കൂടെ ഇതിനകത്ത് വരുമ്പോൾ ഞാൻ പറയുന്നത് വ്യക്തമാകത്തില്ല. അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. വിവേകി സത്യത്തിൽ ആനന്ദിക്കുന്നു, സത്യം എന്തെന്ന് മനസ്സിലാക്കി അതിൽ ആനന്ദിക്കുന്നവനാരോ അവനാണ് വിവേകി. അല്ലാതെ അസത്യത്തിൽ വിശ്വസിച്ചിട്ട് അതിൽ ആനന്ദിക്കുന്നവനല്ല വിവേകി എന്ന് പറയുന്നു. ജാഗ്രതയെ പ്രാപിച്ചവന്റെ നിയമം പിന്തുടരുന്നു. അങ്ങനെയുള്ളവൻ ജാഗ്രത, അവബോധം നേടിയവന്റെ നിയമത്തെ പിന്തുടരുന്നു. അപ്പൊ നിങ്ങൾ വിവേകി സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവനാണ്. സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ഹിന്ദുവുമല്ല, മുസൽമാനുമല്ല, ക്രിസ്ത്യാനിയുമല്ല, ജൂതനുമല്ല, പാഴ്സിയുമല്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹിന്ദു മതം പറയുന്നത് മാത്രം ശരി, ക്രിസ്ത്യാനി ആയാൽ ക്രിസ്തു മതം പറയുന്നത് മാത്രം ശരി, ഇസ്ലാം ആയാൽ അത് അവർ പറയുന്നത് മാത്രം, ജൂതനായാൽ അങ്ങനെ. വിവേകി ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രനാകുന്നു. അവൻ ഹിന്ദുവുമല്ല, മുസൽമാനുമല്ല, ക്രിസ്ത്യാനിയുമല്ല, ആരുമല്ല. ബുദ്ധൻ ഇത് ആരുമല്ലായിരുന്നു. ബുദ്ധൻ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൂതനും എന്നും ആയിരുന്നില്ല. ആയിരുന്നെങ്കിൽ സത്യം കണ്ടെത്തത്തില്ല. അപ്പൊ വിവേകി സത്യം എന്തെന്ന് തെരഞ്ഞു നടക്കുകയും അത് കിട്ടുമ്പോൾ ആനന്ദിക്കുകയും എന്നിട്ട് അവൻ അവബോധം നേടിയവന്റെ മാർഗത്തെ പിന്തുടരും. അങ്ങനെ സത്യം എന്തെന്ന് കണ്ടറിഞ്ഞ് അവബോധം നേടിയവരാണ് ബുദ്ധനും കൃഷ്ണനും യേശുവും മുഹമ്മദും എല്ലാം, നബിയും എല്ലാം. എന്താണ്? ഈ സത്യം എന്തെന്ന് കണ്ടറിഞ്ഞവരാണ്, അതിനകത്ത് ആനന്ദം കൊണ്ടവരാണ്. അവരൊക്കെ അവബോധം നേടിയവരാണ്. അവബോധം നേടിയവരുടെ എല്ലാം നിയമം ഒന്നാണ്. എന്താണ് അവബോധം നേടിയവരുടെ നിയമം? ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പരത്തി പറയും. ബുദ്ധനാകട്ടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവബോധം നേടിയ ആള് പറയുന്നത് പ്രപഞ്ചത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു നിയമമുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു നിയമം നിലനിൽക്കുന്നു. ആ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്
അടർന്ന് നമ്മുടെ മണ്ടയ്ക്ക് വീഴാത്തത്, സൂര്യൻ അടർന്ന് നമ്മുടെ ഉച്ചിയിൽ വീഴാത്തത്, ചന്ദ്രൻ അടർന്ന് വീഴാത്തത്, ചൊവ്വാഗ്രഹം ഊരി വന്ന് നമ്മുടെ മുതുകത്ത് വീഴാത്തതൊക്കെ ഈ നിയമത്തിന്റെ പുറത്താണ്. അപ്പം നിരീശ്വരവാദികൾ പറയും അത് സൂര്യൻ വീഴാത്തത് ഇന്ന ശക്തി കൊണ്ടാണ് എന്ന് പറയും. അപ്പം മറ്റുള്ളവർക്ക് ചോദ്യമുണ്ട്, ആ ശക്തി എവിടുന്ന് വന്നു? അവിടെയാണ് നിരീശ്വരവാദിക്ക് ഉത്തരം മുട്ടുന്നത്. നിരീശ്വരവാദി പറയും അത് സൂര്യൻ അടർന്ന് വീഴാത്തത് ഭൂമിയെ അങ്ങനെ ഇങ്ങനെ യോജിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് താങ്ങി നിർത്തുന്നത്. അതെ, ആ ശക്തി എവിടുന്ന് വന്നു സഹോദര? ഉടനെ ആ ശക്തി ഇങ്ങനെ വന്നു, അതെങ്ങനെ വന്നു? അങ്ങനെ ചോദിച്ചു വരുമ്പോൾ നിരീശ്വരവാദിക്ക് ഉത്തരം മുട്ടുന്നു. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസികൾക്ക് ഇത്ര പ്രാധാന്യം കൈവരുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ അനേകം ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, സൂര്യനൊക്കെ ഉണ്ട്. ഇവരൊന്നും വീഴാതെ പ്രപഞ്ചത്തെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു വലിയ നിയമമുണ്ട്. ആ നിയമത്തിനെ ബുദ്ധൻ ധമ്മ എന്ന് വിളിക്കുന്നു. ധർമ്മത്തിന്റെ ഇറില്ല, പാലി ഭാഷയിലാണ്. നമ്മൾ മലയാളിയാണ് ഈ ഇർ കേൾക്കുന്നത്. എന്ത് വിളിക്കുന്നു? ബുദ്ധൻ അതിനെ ധമ്മ എന്ന് വിളിക്കുന്നു. ഈ ധമ്മ തന്നെയാണ് ആരെന്ന് പറയുന്നത്? ദൈവം. അപ്പൊ ബുദ്ധൻ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ശക്തി. ഈ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും ഒന്ന് അടർന്ന് താഴെ വീഴാതെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി ഉണ്ട്. ആ ശക്തിയുടെ പേരാണ് ദൈവം. വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. ബുദ്ധൻ ഒരു കാരണവശാലും ആകാശത്തിലെ സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ബുദ്ധൻ പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന ആളല്ല ദൈവം. നമ്മൾ പറയും ആകാശത്ത് സുവർണ സിംഹാസനത്തില് കിരീടവും ഒക്കെ വെച്ചിരിക്കുന്ന ഒരാളാണ് ദൈവം എന്നൊരു സങ്കല്പം നമുക്കുണ്ട്. ബുദ്ധൻ പറയുന്നു അങ്ങനെ ഒരെണ്ണം ഇല്ല. ആകാശത്ത് ആളുകളുണ്ട്, അവര് ദേവന്മാരാണ്. ദേവന്മാരെയാണ് നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം എന്ന പേരിൽ ദേവന്മാർക്കും മുകളിലാണ് ദൈവം. ദൈവം അങ്ങനെ രൂപമെടുക്കുന്നില്ല, ഒരു വലിയ ശക്തിയായി നിലകൊള്ളുന്നു. നമ്മളങ്ങനല്ല. ആകാശത്ത് സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാള്, അതാണ് ദൈവം. ആ ആള് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി വാഴുന്നു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. അങ്ങനെ അടക്കി വാഴുന്ന, നിയന്ത്രിക്കുന്ന സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൽ ബുദ്ധൻ വിശ്വസിക്കുന്നില്ല. ബുദ്ധൻ പറയുന്നത് അതെന്തൊരു ദൈവമാണ്. ആ ദൈവത്തെ നമ്മളെ സങ്കല്പത്തിലെ ദൈവമുണ്ട്. നമുക്കിപ്പോൾ കൃഷ്ണനുണ്ട്, മുരുകനുണ്ട്, യേശുവുണ്ട്, അങ്ങനെ പല പല ദൈവമുണ്ട്. ഈ ദൈവത്തെ അനുസരിച്ചു അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ നരകത്തിൽ പതിക്കും, നരകത്തീയിൽ പതിക്കും. അല്ലേ? ഓരോരുത്തർ പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അപ്പുറത്തെ ദൈവത്തിലോട്ട് നീ പോയി കഴിഞ്ഞാൽ നീ ഉടനെ നരകത്തീയിൽ വീഴും. അപ്പൊ അപ്പുറവും ഇപ്പുറവും ഒക്കെ പല പല ദൈവങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ സ്തുതിക്കണം. ആ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം. പ്രാർത്ഥനകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചൊല്ലണം. അങ്ങനെ നിങ്ങൾ സ്തുതിക്കുകയും പ്രാർത്ഥനകൾ ചെയ്യണം, വഴിപാട് ചെയ്യണം. ആ വഴിപാട് ചെയ്യുന്ന പുരോഹിതന്മാരെ പ്രീതിപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം നിങ്ങൾക്ക് സ്വർഗം തരും. ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനെ നിരസിക്കുകയാണ് ശ്രീ ബുദ്ധൻ. വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെ? സ്വർഗരാജ്യത്ത് ഒരു ദൈവമുണ്ട്, സുവർണ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ അനുസരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോയി വീഴും, നരകത്തീയിൽ പെടും, നമ്മളെ ഇട്ടൊരു പരുവമാക്കി കളയും. ഒന്നുകൂടി കടന്ന് ചില മതങ്ങൾ പറയും ഞങ്ങളുടെ ദൈവത്തെ മാത്രം അനുസരിക്കണം, അപ്പുറത്തെ ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ നീ കുത്തുവാള എടുക്കും. ഇത് പറയുന്ന മണ്ടന്മാരും ഒരു കാര്യം അറിയുന്നില്ല. അപ്പുറത്തുള്ളവരും സുഖമായി ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. ഇപ്പുറത്തുള്ളവരും താമസിക്കുന്നുണ്ട്, അപ്പുറത്തുള്ളവരും കഷ്ടപ്പെടുന്നുണ്ട്. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും എന്ത് ചെയ്യുന്നുണ്ട്? കഷ്ടപ്പെടുന്നുണ്ട്. ആ ദൈവത്തിൽ ബുദ്ധൻ വിശ്വസിക്കുന്നില്ല. ഇനി ദൈവത്തെ പ്രീതിപ്പെടുത്തണം. എങ്ങനെ? ദൈവത്തെ നമ്മൾ സ്തുതിക്കണം.
പ്രാർത്ഥന നടത്തണം, വഴിപാട് നടത്തണം. അങ്ങനെ നടത്തിയാൽ നമുക്ക് സ്വർഗം കിട്ടും. സ്വർഗത്തിൽ അനേകം സുന്ദരിമാരുണ്ട്, അവിടെ വാർദ്ധക്യം വരാത്ത അപ്സരസുകളുണ്ട്, എന്നും കുന്നും 16 വയസ്സായ അതിസുന്ദരികളുണ്ട്. ഇങ്ങനെ പറയുന്ന സ്വർഗത്തിൽ ആര് വിശ്വസിക്കുന്നില്ല? ബുദ്ധൻ വിശ്വസിക്കുന്നില്ല. ബുദ്ധൻ സ്വർഗത്തെ ഒന്നും നിരസിക്കുന്നില്ല. ബുദ്ധൻ പറയുന്നു സ്വർഗമുണ്ട്, പക്ഷേ നിങ്ങൾ പറയുന്ന ദൈവം അവിടെ അല്ല. ഈ സ്വർഗത്തൊക്കെ ഇരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാരാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാ മതക്കാരും പൂജിക്കുന്നത് ദേവന്മാരെയാണ്. അതിനും മുകളിലാണ് ദൈവം. ദൈവം ഇങ്ങനെ രൂപമില്ലാതെ ഇരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്തുതിച്ചാൽ പ്രതിഫലം നൽകുന്ന ഒരു ദൈവം, സ്തുതിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവത്തിൽ ശ്രീബുദ്ധൻ വിശ്വസിക്കുന്നില്ല. ശ്രീബുദ്ധൻ പറയുന്നു അങ്ങനെ പൊക്കി പറഞ്ഞാൽ മനുഷ്യരെ കണക്കങ്ങ് പൊങ്ങിയിട്ട് ആവശ്യമുള്ളതെല്ലാം തരും. പൊക്കി പറഞ്ഞില്ലെങ്കിൽ മനുഷ്യനെ പോലെ എന്താണ് അവനെ അങ്ങ് താഴ്ത്തി കഷ്ടപ്പെടുത്തും. അങ്ങനെ ഒരു ദൈവം എവിടെയും ഇല്ല എന്ന് സത്യം കണ്ടറിഞ്ഞ ബുദ്ധൻ പറയുന്നു. എന്നിട്ട് ബുദ്ധൻ അത് നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമ്മളൊരു ചരട്, ആ ചരടിനകത്താണ് നമ്മൾ പൂക്കൾ കെട്ടി പൂമാല ഉണ്ടാക്കുന്നു. ഈ പൂമാല നമ്മൾ കാണുന്നു. ഈ പൂമാല നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിലെ പൂക്കളാണ് കാണുന്നത്. ആ പൂക്കളിലാണ് നമ്മൾ അട്രാക്റ്റീവ് ആകുന്നത്. അതിനെ കെട്ടിയിരിക്കുന്ന ചരട് നമ്മൾ കാണുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പൂക്കൾ അടുക്കിനടുക്കിനടുക്കിന് ഇങ്ങനെ കെട്ടിയാൽ ആ ചരട് നമ്മൾ കാണില്ല. നമ്മളെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു പൂ ഇവിടെ കെട്ടിയാൽ കാശ് ലാഭിക്കാൻ 5 അടി അകലെ മാറി അടുത്ത പൂ കെട്ടും. സാധാരണ ഗതിയിൽ പൂക്കൾ ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ ആംബുലൻസ് പോവുകയാണ് എൻ്റെ സൗണ്ട്. അപ്പം സാധാരണ ഗതിയിൽ ഒരു പൂമാല ഒരു ചരടിനകത്ത് പൂക്കൾ കോർക്കുകയാണ്. മാല കാണുമ്പോൾ നമ്മളെല്ലാം ഏതിനെയാണ് ശ്രദ്ധിക്കുന്നത്? പൂക്കളെ. ആ പൂക്കളെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഒരു ചരടാണ്. ആ ചരടാണ് ദൈവമെന്ന് പറയുന്നത്. പൂക്കളൊക്കെ ദേവന്മാരാണ്. ഇതാണ് ശ്രീബുദ്ധന്റെ ദൈവസങ്കല്പം. ശ്രീബുദ്ധൻ പറയുന്നു ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിനകത്ത് ദേവന്മാരുണ്ട്. അവരുടെ പേരുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കുറേ ദേവന്മാരുണ്ട്, ഗോളങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, അങ്ങനെ അനേകം സംഭവങ്ങളുണ്ട്. അവരെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു ചരട് നിപ്പുണ്ട്, ഒരു ശക്തി. അതാണ് ദൈവം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പൂമാലയിലെ പൂക്കളൊക്കെ ദേവന്മാരും ആ പൂക്കൾ ചരടുണ്ടെങ്കിലേ നിൽക്കൂ. ആ ചരടാണ് ആരെന്ന് പറയുന്നത്? ദൈവമെന്ന് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ലോകത്തെ ജനങ്ങൾ പൂക്കളെ കാണുന്നു, ദേവന്മാരെ കണ്ടിട്ട് അതാണ് ദൈവമെന്ന് തെറ്റിദ്ധരിക്കുകയും അവരെ ദൈവമാക്കിക്കൊണ്ട് കഥകളും പുരാണങ്ങളുമൊക്കെ എഴുതുകയും അങ്ങനെ നിങ്ങൾ ദേവന്മാരിൽ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അവബോധം നേടിയ ഒരു മനുഷ്യനും ഈ പറയുന്ന ദേവന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് അവർ പറയുന്നില്ല. അവബോധം നേടിയവൻ മാത്രമേ ഈ ചരട് കാണൂ, അല്ലാതുള്ളവരെല്ലാം പൂക്കളാണ് കാണുന്നത്. ഇതാണ് ശ്രീബുദ്ധന്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബുദ്ധൻ ദൈവം എന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ലാത്തത്. ബുദ്ധൻ പറയുന്നത് ദൈവം എന്ന വാക്ക് പോലും മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ടാണ് അതിന് പല ഭാഷകളിൽ പല പേര്, അല്ലേ? സത്യം ഒന്നല്ലേ കാണൂ. അപ്പോൾ നമ്മൾ മലയാളി ദൈവം എന്ന് പറയും, തമിഴ്നാട്ടുകാരെ കടവുള്ളെന്ന് പറയുന്നു, ഇല്ലേ? ഇംഗ്ലീഷുകാരാകട്ടെ ഗോഡ് എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഇട്ടുകൊടുത്തൊരു പേരാണ്. ആ ശക്തിക്ക് സത്യത്തിൽ ഒരു പേര് പോലുമില്ല. ദൈവം എന്ന പേര് പോലും നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഈ പൂമാലയിലെ ചരട് കാണണം. പൂക്കൾ കണ്ട് മതിമറന്ന് നിങ്ങൾ നിൽക്കുകയാണ്. ആ ചരട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളിപ്പം ആരാധിക്കുന്ന ഏത് ദേവനാണോ ആ ദേവൻ, അദ്ദേഹത്തെ ഗുരുവായി കണ്ടിട്ട് ആ ദേവൻ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഗുരുവിനെയും ദേവനെയും മറന്നിട്ട് അദ്ദേഹം പറയുന്നത് പോലെ പ്രവർത്തിക്കുക.
അങ്ങനെ പ്രവർത്തിക്കുന്നവന് മാത്രമേ ഈ ചരട് കാണാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഒരു നല്ല പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയുന്നുണ്ട്. പ്രസംഗം കേൾക്കുന്നു, പ്രസംഗം കേട്ടിട്ട് എല്ലാവരും കൈയടിക്കുന്നു. അത് ആരാണ്? ഒരു സാധാരണ പ്രാസംഗികൻ. ആ പ്രസംഗം കേട്ടിട്ട് നടന്നു പോകുമ്പോൾ കുറേ നേരം 1-2 ദിവസത്തേക്ക് ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. അത് മധ്യമം. ആ പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ പ്രാസംഗികനെയും മറന്ന് എല്ലാം മറന്നിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുമെങ്കിൽ ആ പറഞ്ഞ പ്രാസംഗികൻ ഉത്തമൻ. അതുപോലെ നിങ്ങൾ കൃഷ്ണനിലോ ക്രിസ്തുവിലോ ഒക്കെ വിശ്വസിച്ചോളൂ. അവർ പറയുന്നത് കേൾക്കുക, എന്നിട്ട് അവരെ മാത്രം ഇങ്ങനെ ആശ്രയിക്കാതിരിക്കുക. അതായത് കൃഷ്ണൻ അങ്ങ് രക്ഷിച്ചുകൊള്ളും, കൃഷ്ണൻ മോക്ഷം തരും, യേശു മോക്ഷം തരും, അങ്ങനെ വിചാരിക്കാതിരിക്കുക. അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കുന്നവന് മാത്രമേ യഥാർത്ഥ ദൈവത്തെ കിട്ടൂ. അത് ബൈബിളിലും എല്ലാം നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. നിങ്ങളത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പുരോഹിതന്മാരത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. യേശുവും കൃഷ്ണനും ഒക്കെ പറയുന്നുണ്ട്, നീ എന്നെ മാത്രം വിളിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. ബുദ്ധൻ എടുത്തു പറയുന്നുണ്ട്. ആനന്ദ, ബുദ്ധന്റെ ശിഷ്യനാണ് ആനന്ദൻ. നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടത്. ആനന്ദ, നീ എന്നെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ നിനക്ക് ജ്ഞാനം കിട്ടില്ല. ഒടുവിൽ ബുദ്ധൻ മരിച്ചതിന് ശേഷം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദേവൻ ഏതോ ആ ദേവൻ എന്ത് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ നോക്കുക. അപ്പൊ ബുദ്ധൻ പറയുന്നത്, ഗുരുവിൽ നിന്ന് അറിവ് നേടിയിട്ട് നിങ്ങൾ ഗുരുവിനെ തന്നെ എന്ത് ചെയ്യണം? മറക്കണം. അപ്പം നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇനി ബുദ്ധൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളിത് ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതം മാറി മറിയും. ബുദ്ധൻ പറയുന്നു, ആഗ്രഹത്തെ ഉപേക്ഷിക്കണം എന്നെല്ലാവരും പറയും. ബുദ്ധൻ പറയുന്നു, ആഗ്രഹം പോലെ തന്നെ കുഴപ്പമാണ് ആഗ്രഹത്തെ ഉപേക്ഷിക്കുന്നതും. വളരെ ശ്രദ്ധിച്ചു കേട്ടുക. ബുദ്ധൻ പറയുന്നു, ആഗ്രഹം ഒരു കുഴപ്പമാണ്. ആഗ്രഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹം ഒരിക്കലും നമുക്ക് പൂർണ്ണമായ സംതൃപ്തി നമുക്ക് തരുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായി, നിങ്ങളൊരു സ്ത്രീയെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷനെ പ്രണയിക്കുന്നു. അപ്പൊ ആഗ്രഹമാണ് എങ്ങനെയും അവളെ സ്വന്തമാക്കണം. പക്ഷെ സ്വന്തമാക്കി കഴിയുന്നതോടുകൂടി ആ വസ്തുവിലെ താല്പര്യം തീരുന്നു. ക്രമേണ ആ സ്ത്രീയോട് അല്ലെങ്കിൽ പുരുഷനോടുള്ള സ്നേഹം, നമുക്ക് ആ പ്രണയം കുറഞ്ഞു വരുന്നു. പ്രണയിച്ചു കല്യാണം കഴിച്ചവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിലും ആദ്യ രാത്രിയിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നൽകിയ ആലിംഗനത്തിന്റെ ഒരു ബലമുണ്ട്. ആ ബലം ഇപ്പോഴുണ്ടോ? ആ സ്നേഹം ഇപ്പോഴുണ്ടോ? ഇല്ല. നിങ്ങളെ സ്വന്തമാക്കുമ്പോൾ തൃപ്തി ആയി കഴിഞ്ഞു. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും അതൃപ്തി തുടങ്ങി. കുറച്ചു കഴിയുമ്പോൾ നിങ്ങളോട് അത്ര താല്പര്യമില്ല. മറ്റൊരു സുന്ദര സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മനസ്സ് കാണുന്നു. സ്ത്രീക്ക് മറ്റൊരുവൻ സ്നേഹം കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാറുന്നു. ഒരു വീട് വെക്കുന്നു. വീടില്ലാത്തവന് വീട് വെക്കണമെന്ന് എന്തൊരാഗ്രഹം. അത് വെച്ചു കഴിയുമ്പോഴോ അതിലുള്ള താല്പര്യമൊന്ന് തീർന്നു. പിന്നെ ആ വീടൊരു പ്രശ്നമല്ല. പിന്നെ കടം വാങ്ങിച്ചു കിട്ടുന്നെങ്കിൽ പറയണ്ട. പിന്നെ ബാങ്കിൽ നിന്ന് ലോണും അതും ഇതും ഒക്കെ വന്ന് അവസാനം നമ്മൾ കടം വാങ്ങിച്ച് വീട് കെട്ടും. ആ കടം തീർക്കാൻ ഈ വീട് നമ്മൾ എന്ത് ചെയ്യും? വിൽക്കേണ്ടതായിട്ട് വരും. നമ്മളൊരു പുതിയ കാറ് വാങ്ങിക്കുന്നു. ആ കാറ് വാങ്ങിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. കുറച്ച് നാളത്തേക്ക് അത് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ വലിയ വിഷമമാണ്. ഇങ്ങനെ പോകും. അതേസമയം കാറ് വാങ്ങിച്ച ഒരു 3-4 വർഷം കഴിഞ്ഞ് കാറിനകത്ത് എത്ര തട്ടലാണ്, ആരും മൈൻഡ് ചെയ്യാറില്ല. സ്വന്തമായി കഴിയുമ്പോൾ, ഒരു ബൈക്ക് എടുക്കുമ്പോൾ ആദ്യമൊക്കെ ചെളിവെള്ളത്തിൽ വീണ ബൈക്ക് എടുത്താൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെക്കും. 3-4 വർഷം കഴിയട്ടെ. അപ്പൊ ഏതൊരു കാര്യവും ആഗ്രഹം നമ്മുടെ കൈക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിലെ തൃപ്തി തീർന്നു. അപ്പൊ ആഗ്രഹം ഒരിക്കലും പൂർണ്ണ തൃപ്തി നമുക്ക് എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല. ഇവിടെ ബുദ്ധൻ ഒരു കാര്യം
നിങ്ങൾ ആഗ്രഹിക്കരുതെന്ന് ബുദ്ധൻ പറയുന്നില്ല, ആഗ്രഹത്തെ ഉപേക്ഷിക്കണമെന്നും ബുദ്ധൻ പറയുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രീബുദ്ധൻ പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല, പക്ഷേ ആഗ്രഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? എന്നാൽ ഈ ആഗ്രഹം ഇല്ലാതാകണം. ആഗ്രഹം പോലെ തന്നെ കുഴപ്പമാണ് ആഗ്രഹ വിരോധവും. നിങ്ങൾ ബലം പ്രയോഗിച്ച് ആഗ്രഹത്തെ പകലമർത്തും, പക്ഷേ രാത്രി ഉറക്കത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും, അവൻ വീണ്ടും കുഴപ്പം ചെയ്യും. ബുദ്ധൻ പറയുന്നത് ഇത്ര മാത്രം: നിങ്ങൾ ആഗ്രഹത്തെ ഉപേക്ഷിക്കാൻ പോകരുത്, ആഗ്രഹത്തെ കുറ്റപ്പെടുത്തരുത്, ഒന്നും ചെയ്യണ്ട, അവനെ ഒന്നും ചെയ്യണ്ട. ചുമ്മാ ചുമ്മാ ഇങ്ങനെ നിരീക്ഷിക്കുക, ചുമ്മാ നിരീക്ഷിക്കുക. നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശ്രദ്ധിച്ചു കേട്ടോളാം. നിങ്ങൾക്കൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദന. ആ ഭയങ്കര വേദന വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കേ, ഈ മുട്ടിൻ്റെ വേദന നിങ്ങളുടെ കൂട്ടുകാരനാണെങ്കിലോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഓരോ ആഗ്രഹവും മറ്റൊരാൾക്കാണെന്ന് തോന്നുക. അപ്പം നിങ്ങളുടെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദന, അപ്പം അത് സുഖപ്പെടണമെന്നൊരാഗ്രഹം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കാലിൻ്റെ മുട്ടിന് വേദന വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മുട്ടിനാണ് വേദനയെങ്കിൽ നമ്മൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കും, ആ മുട്ട് വേദന ഇല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും, ചികിത്സിക്കാം, മതി. അപ്പം നിങ്ങൾ നിരീക്ഷകനായി മാറിക്കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ കാലിൻ്റെ മുട്ടിന് വേദന വരുമ്പോൾ ഈ ഞാൻ എന്നതിനെ താങ്ങി നിർത്തുന്ന ഈ മുട്ടിനെന്തോ ഒരു വേദന, കൊണ്ടുപോകാം, ചികിത്സിക്കാം, സുഖമാകുന്നെങ്കിൽ ആകട്ടെ, നിസാരം. നിങ്ങൾക്കൊരു വീട് വെക്കാൻ ആഗ്രഹം. അപ്പം നിങ്ങൾ വിചാരിക്കണം, ഈ ആഗ്രഹം നിങ്ങളുടെ കൂട്ടുകാരനാണെന്ന് അങ്ങ് സങ്കല്പിക്കുക, ഇത് മറ്റാർക്കാണോ വന്നത്. അപ്പം നിങ്ങളുടെ സുഹൃത്ത് പറയുകയാണ്, എനിക്ക് വീട് വെക്കാനൊരാഗ്രഹം. ആ വെക്കണോടാ, കുഴപ്പമൊന്നുമില്ലടാ. പക്ഷെ നിങ്ങൾക്കതിനകത്തൊന്നുമില്ല. ആ ആഗ്രഹത്തെ നിങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിന്ന് കാണുന്നു. റോഡിൽ കിടന്ന് രണ്ടുപേർ ഇടികൂടുന്നു, പരിചയമില്ലാത്തത്. നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ്ഡ് ആകുന്നില്ല. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാഗ്രഹം കയറി വരുന്നു. അപ്പൊ വീട് വെക്കണമെന്നൊരാഗ്രഹം വരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ സുഹൃത്തിനാണ് ഈ ആഗ്രഹം വരുന്നത്. അപ്പൊ നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കും, അവിടെ കേട്ട് അവിടെ അങ്ങ് കളയും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് വീട് വെക്കണമെന്നൊരാഗ്രഹം തോന്നുമ്പോൾ, ആഹാ, ഈ ശരീരം താങ്ങി നിർത്തിയിരിക്കുന്ന ബോഡിക്കത് തോന്നുന്നല്ലോ, ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ വെച്ചോളൂ. ഉണ്ടോ? ഇപ്പം നിങ്ങൾ നിരീക്ഷകനാണെന്ന് പറയും. കാര്യം പിടികിട്ടിയില്ലേ? നിങ്ങൾക്കൊരു പെണ്ണിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ സുഹൃത്താണ് പറയുന്നത്, എടാ എനിക്കില്ല പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞാൽ ശ്രമിച്ചു നോക്കൂടാ. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല. നിങ്ങൾ പറയുകയാണ്, ശ്രമിച്ചു നോക്ക് നീ. അത് വിജയിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല, വിജയിച്ചില്ലേലും ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് നമ്മൾ സ്വയം വിചാരിക്കുക, ഓ, എന്നെ താങ്ങി നിർത്തുന്ന, ഞാൻ ഇതിനകത്തുള്ള സിം കാർഡാണ് അല്ലെങ്കിൽ കറണ്ടാണ്. അപ്പൊ എന്നെ താങ്ങി നിർത്തുന്ന ഈ ബോഡി ഇല്ലേ, ഈ ബോഡിക്ക് ആ പെൺബോഡിയോടൊരു പ്രേമം അവിടെ വേണമെന്ന്. കിട്ടിയാ പ്രേമിച്ചോ, ബോഡി കിട്ടിയാ പ്രേമിച്ചോ. ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. അപ്പൊ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ആഗ്രഹത്തെ ഉപേക്ഷിക്കണ്ട, പകരം ഏതാഗ്രഹം വന്നാലും നിങ്ങൾ നിരീക്ഷിക്കണം. അതേ കണക്ക് നിങ്ങൾക്ക് ഭയങ്കര വിശപ്പ് വരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കണം, ഓ, എന്നെ താങ്ങി നിർത്തുന്ന ഈ ശരീരത്തിന് വിശപ്പ് വരുന്നു, അവന്റെ വിശപ്പ് അടക്കിക്കളയാം, എല്ലാം കഴിക്കുന്നു. അതിനകത്ത് നിങ്ങൾക്കൊരു ആർത്തിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താഗ്രഹം വന്നാലും അത് മറ്റൊരാളുടെ ആഗ്രഹമാണ് നിങ്ങളെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ കേൾക്കുന്നത്? അതുപോലെ അതിനകത്ത് മുഴുകാതെ ഇതിനെ നിങ്ങൾ നിരീക്ഷിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വരുന്ന ആഗ്രഹങ്ങളെ എല്ലാം നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണം, നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ ഉടനെ, ഓ, ഈ എന്നെ താങ്ങി നിർത്തുന്ന ഈ ശരീരമില്ലേ, ആ ശരീരത്തിന്, എൻ്റെ മകളെന്ന ശരീരത്തിന് കെട്ടിച്ചു വിടണമെന്നൊരാഗ്രഹം. ആയിക്കോട്ടെ, കെട്ടിച്ചു വിട നടക്കുന്നെങ്കിൽ നടന്നോട്ടെ, അല്ലേ? അപ്പൊ മറ്റാർക്കോ സംഭവിക്കുന്നതായി കരുതുക. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് പറയുകയാണ്, എൻ്റെ മോടെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ദുഃഖമൊന്നുമില്ല, നിങ്ങൾക്ക് അതിനകത്ത് സന്തോഷവും ഇല്ല.
നിങ്ങളുടെ സുഹൃത്ത് പറയുന്നു, ഓ എൻ്റെ മോടെ കല്യാണം നടക്കണം. ആ നടക്കൂടെ, സമാധാനമായിട്ടിരി, ഇയാൾ ശ്രമിച്ചു നോക്ക്, നടക്കും കേട്ടോ, ഭഗവാനെല്ലാം കാണുന്നുണ്ടല്ലോ. ഇത് സ്വന്തം കാര്യത്തിൽ വിചാരിക്കാൻ, നിരീക്ഷിക്കാൻ. മോടെ കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക കല്യാണം നടക്കും, അതൊക്കെ നടക്കും. വാകേടി അന്നം ദൈവവും തരും. നിങ്ങളെല്ലാം നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തെത്താൻ വളരെ കുറച്ച് സ്റ്റെപ്പുകൾ, പദങ്ങൾ മതി. അതാണ് ധമ്മപദം. അപ്പൊ നിങ്ങൾ ബുദ്ധന്റെ ദൈവസങ്കല്പം കണ്ടു. ഒരു പൂമാല, അത് കോർത്തിരിക്കുന്ന ചരടാണ് ദൈവം. ആ ചരടിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗുരു പറയുന്നത് കേൾക്കുക. എന്നിട്ട് ഗുരുവിനെ തന്നെ മറന്ന് ഗുരു പറഞ്ഞത് അതേപടി ചെയ്യാൻ നോക്കുക. ആഗ്രഹങ്ങൾ വരുമ്പോൾ വെറുതെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ ദാഹം, വിശപ്പ് എല്ലാം നിങ്ങൾ കയ്യും കെട്ടി നിന്ന് നിരീക്ഷിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ നിരീക്ഷണം തുടർന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒന്നും വേണ്ട, ഒരു ദിവസത്തേക്ക് നിരീക്ഷിച്ചു നോക്ക്. നിങ്ങൾ വേറൊരാളായി മാറുന്നത് കാണാം. നിങ്ങളുടെ അഹംബോധങ്ങളെല്ലാം നശിക്കുന്നത് കാണാം. നിങ്ങൾ ദൈവത്തിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ അടുക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.